ബിഗ് ബോസ് മലയാളം സീസൺ 7 RJ ബിൻസി ഇന്റർവ്യൂകൾ കൊടുത്തുകൊണ്ട് അങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഇന്റർവ്യൂകളിലും ബിൻസിയുടെ രോദനം വല്ലാതെ അങ്ങ് ഉയർന്നു പൊങ്ങുന്നു. അത് ഈ അവനിയുടെ ഓരോ നിമ്നോന്നതങ്ങളിലും തട്ടി പ്രതിധ്വനിക്കൊള്ളുന്നു. അതിനോടുള്ള പ്രേക്ഷക പ്രതികരണങ്ങൾ കണ്ടും കേട്ടും ബിൻസി നിർവൃതി കൊള്ളുന്നു. ബിൻസിയുടെ ഓട്ടപ്രദക്ഷിണം കാണുമ്പോൾ മനസ്സിൽ വരുന്ന ഒട്ടനവധി ചിന്തകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ബിൻസി എന്തൊക്കെയോ തെളിയിക്കുവാൻ വേണ്ടിയുള്ള പെടാപ്പാടിലാണ്. വളച്ചുകെട്ടില്ലാതെ പറഞ്ഞാൽ താൻ എന്തോ ഒരു വലിയ സംഭവമായിരുന്നു. പക്ഷേ അത് തെളിയിക്കുവാനുള്ള ഒരവസരം അത് ബിഗ് ബോസ് തനിക്ക് നിഷേധിച്ചു കളഞ്ഞു. ഇല്ലായിരുന്നുവെങ്കിൽ താൻ തകർത്തു വാരിയനെ. ഇപ്പോൾ ബിൻസി പറയുന്നത് തന്റെ എവിക്ഷൻ അത് അൺഫെയർ ആയിരുന്നു എന്നുള്ളതാണ്. ബിൻസി ആ 2 ആഴ്ച ഹൗസിൽ നിന്നപ്പം ബിൻസിയുടെ വിലയിരുത്തല് ബിൻസി 2 ആഴ്ച ആണോ ശരിക്കും? അയ്യോ അല്ലായിരുന്നു കേട്ടോ, ഭയങ്കര വിഷമായിരുന്നു. ഒരു ഉളുപ്പമില്ലാതെ ബിൻസിക്ക് ഇത് പറയാൻ കഴിയുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ നമിക്കേണ്ടത്. ബിഗ് ബോസിന് ബിൻസിയോട് എന്തോ മുൻവൈരാഗ്യമുള്ളതുപോലെയാണ് ബിൻസിയുടെ സംസാരങ്ങൾ. ബിൻസിയെ അവിടെ അധികം വെച്ചു വാഴിക്കുവാൻ പാടില്ല, എത്രയും പെട്ടെന്ന് പുറത്തു കളയണം, അങ്ങനെ ഒരു ചിന്ത ബിൻസിയുടെ സംസാരത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. ശരിക്കും പറഞ്ഞ എഡിറ്റിൽ ഭയങ്കര ഒരു വലിയ കളിയുണ്ടല്ലേ? എഡിറ്ററിനല്ല, ഭയങ്കര ഒരു പവർ ഉണ്ട് ശരിക്കും പറഞ്ഞു. അങ്ങനല്ല, ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എൻറ്റുമോൾ അവരുടെ ഒരു ക്രൂ തീരുമാനിക്കും എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ കണ്ടന്റ്, ഏതൊക്കെ രീതിയിൽ പുറത്തു പോകണം എന്നുള്ളത്. അത് അവരാ തീരുമാനിക്കുന്നത്. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ പറയത്തില്ല ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന്. പക്ഷെ അവർക്ക് ചില പ്ലാൻസ് ഉണ്ട്, അതാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ദോഷം പറയരുത്, ആദ്യമൊക്കെ കൊടുത്തിരുന്ന ഇന്റർവ്യൂകളിൽ താൻ പറഞ്ഞിരുന്ന പതിവ് പല്ലവികൾ അതൊക്കെ എന്തുകൊണ്ടോ ഇപ്പോൾ ബിൻസി മാറ്റിപ്പിടിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതായത് ആദ്യമൊക്കെ താൻ പറഞ്ഞിരുന്നത് PR ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് താൻ പുറത്താക്കപ്പെട്ടത്, PR ഉണ്ടായിരുന്നുവെങ്കിൽ താൻ വേറൊരു ലെവലായി മാറിയനെ എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ താൻ അതൊക്കെ മാറ്റിയിട്ട് അൺഫെയർ എവിക്ഷൻ ആയിരുന്നു എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. മലയാളി പ്രേക്ഷകരിൽ വലിയൊരു കൂട്ടം ആൾക്കാർ ഈ ബിഗ് ബോസ് ഒക്കെ ഒന്ന് ചൂട് പിടിച്ചതിന് ശേഷമാണ് കണ്ടു തുടങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യ ആഴ്ചകളൊക്കെ അവർക്ക് മിസ്സായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ബിൻസി എന്ന് പറയുന്ന ഈ വ്യക്തിയെ മലയാളി പ്രേക്ഷകരിൽ വലിയൊരു കൂട്ടം ആൾക്കാർക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ബിൻസി ആരാണ്, എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു വ്യക്തത ഉണ്ടാവില്ല. എന്നാൽ പുറത്തു വന്നതിന് ശേഷം കണ്ട ചാനലുകളിലെല്ലാം പോയിരുന്ന് ഇന്റർവ്യൂകൾ കൊടുക്കുകയും റീ എൻട്രി ചെയ്തപ്പോൾ 3 ദിവസം ബിഗ് ബോസിനുള്ളിൽ കയറി അഴിഞ്ഞാടിയ ബിൻസിയെ കാണുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ബിൻസി പറയുന്നത് ശരിയാണ് എന്നൊരു ചിന്ത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വളരെ ബോൾഡായിട്ടുള്ള ഒത്തിരി കഴിവുകളുള്ള ഒരു സ്ത്രീയായിട്ടാണ് ബിൻസിയെ നമുക്ക് ഇന്റർവ്യൂ ചാനലുകളിലും അതുപോലെ റീ എൻട്രി നടന്ന ദിവസങ്ങളിലും കാണുവാൻ കഴിയുക. അനുമോളെയും ബിൻസിയെയും വെച്ച് ഒരു കമ്പാരിസത്തിന് പ്രേക്ഷകർ തയ്യാറാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിൻസിയുടെ കൂടെ മാത്രമേ ആൾക്കാർ നിൽക്കുകയുള്ളൂ. 1000 അനുമോൾ വന്നാൽ ബിൻസി ഒറ്റയ്ക്ക് മതി എന്നുള്ള ചിന്തയുണ്ടാകാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കഴിവുണ്ടായിരുന്ന ഒരു കുട്ടി എന്തുകൊണ്ടാണ് 2ാമത്തെ ആഴ്ചയിൽ എവിക്റ്റായി പോയത്? അതെ, തീർച്ചയായിട്ടും അൺഫെയർ ആകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആരെങ്കിലും വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയാം, നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യത്തെ 2 ആഴ്ചത്തെ എപ്പിസോഡ് ശരിക്കും ഒന്ന് കാണണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഫെയർ എവിക്ഷൻ ആയിരുന്നോ അൺഫെയർ ആയിരുന്നു എന്നുള്ളത്. എന്തായാലും ബിൻസിയുടെ ഇന്റർവ്യൂ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു കാര്യം കൂടി മനസ്സിലാകുവാൻ സാധ്യതയുണ്ട്. ഈ വലിയ വായിൽ തലയിട്ടിളക്കി വർത്തമാനം പറയുന്നതല്ലാതെ തലയ്ക്കകത്ത് കാര്യമായിട്ട് ആൾപ്പാർപ്പുണ്ടോ എന്നത് അത് സംശയിക്കേണ്ട കാര്യമാണ്. അതായത് അൺഫെയർ എവിക്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു വെച്ച അതേ ബിൻസി തന്നെ താൻ എന്തുകൊണ്ടാണ് എവിക്റ്റ് ആയത് എന്നുള്ളതിന്റെ വളരെ കൃത്യമായ കാര്യങ്ങൾ അതേ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെ, അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ബിൻസിയുടെ എവിക്ഷൻ അത് ശരിക്കും ബിഗ് ബോസിന്റെ പകയായിരുന്നില്ല, അനിവാര്യമായ ഒരു പുറത്താകൽ തന്നെയായിരുന്നുവെന്ന്. കണ്ടു നോക്ക്. അനീഷ് നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പം ഏറ്റവും ഫസ്റ്റ് ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറുന്ന സമയത്തെ അനീഷ് ഗെയിം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറി വരുമ്പോ തന്നെ അനീഷ് അനുവിന്റെ അടുത്ത് ചൊറിയുന്നു. അത് കഴിഞ്ഞ് മറ്റു വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ വെൽക്കം ചെയ്യാൻ നിൽക്കുകയാണ്. ആരാണ് അടുത്ത് വരുന്നെന്ന് അറിയത്തില്ലല്ലോ, അതിന്റെ എക്സൈറ്റ്മെന്റിൽ. അപ്പൊ പോലും അനീഷ് അവിടെ ചേറിട്ട് ഇങ്ങനെ ഒരു ഇരുത്തങ്ങിരിക്കുകയാണ്. അങ്ങനെ വെറുപ്പിക്കാൻ തുടങ്ങിയ പുള്ളിയാ. പക്ഷേ തിരിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എപ്പിസോഡ് ഒന്നും ഞങ്ങളില്ല, അനീഷ് മാത്രമാണല്ലേ. അതെ, എന്റെ അമ്മയൊക്കെ വീട്ടിൽ ചെന്നപ്പോ അമ്മയൊക്കെ തഗ്ഗിന്റെ ആളാണ്. വീട്ടിൽ ചെന്നപ്പോ ചോദിച്ചു മോളെ എവിടെ ആയിരുന്നു? ഞാനാണെ കരഞ്ഞ് വിഷമിച്ച് എവിക്റ്റായി വന്നിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ബിഗ് ബോസിൽ പോയതല്ലേ അമ്മ, നിന്നെ കണ്ടതേ ഇല്ല 2 ആഴ്ച എന്നാ. മനസ്സിലായില്ലേ? നല്ല ഒന്നാന്തരം തഗ്ഗടിക്കുന്ന അമ്മ. മോള് കരഞ്ഞു കൂവി വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം മോളെ എവിടെയായിരുന്നു? മോളെ ഞങ്ങൾ ആരും അവിടെയെങ്കിലും കണ്ടതേ ഇല്ലല്ലോ എന്ന്. അപ്പോൾ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടില്ലേ? കഴിവുള്ള മത്സരാർത്ഥിയായിരുന്നു, നന്നായിട്ട് സംസാരിക്കാൻ കഴിവുണ്ട്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ശരിക്കും വാചകം അടിക്കുന്ന വ്യക്തികൾക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? അവിടെ ചെന്ന് കിട്ടുന്നത് കഴിച്ചുകൊണ്ട് ഒരു മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു.
ഒട്ടും തന്നെ സ്ക്രീനിൽ ഇടം പിടിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ മുൻപോട്ട് പോവുകയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് വെച്ച് പെട്ടെന്നൊരു ദിവസം പുറത്താകേണ്ടിയും വന്നു. എന്നാൽ പുറത്തു വന്നതിന് ശേഷം ബിൻസിമോൾ വല്ലാതെ കിടന്നുരുളുകയാണ്. അതായത് ഞാൻ അവിടെ നിന്നത് ഞാനായിട്ടായിരുന്നു. ഞാനായിട്ട് നിൽക്കുവാൻ വേണ്ടിയാണ് പോയത്. യാതൊരു തരത്തിലുള്ള ഡ്രാമയും ഞാൻ നടത്തിയിട്ടില്ല. ഒരു കളിയും കളിക്കുവാൻ വേണ്ടി ഞാൻ നിന്നില്ല. അനീഷൊക്കെ വന്ന് കയറിയപ്പോൾ തന്നെ ഗെയിം അങ്ങ് സ്റ്റാർട്ട് ചെയ്തെന്നേ. പക്ഷേ ഞാൻ അതൊന്നും ചെയ്യാൻ പോയില്ല. അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. ശരിക്കും നിങ്ങൾ അവിടേക്ക് പോയത് ഗെയിം കളിക്കുവാൻ വേണ്ടി ആയിരുന്നില്ലേ? അതൊരു ഗെയിം ഷോ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ അവിടേക്ക് പോയത്. എന്നിട്ട് നിങ്ങൾ ഗെയിം കളിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് സ്ക്രീൻ സ്പേസ് കിട്ടുക? സ്ക്രീൻ സ്പേസ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തില്ല. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാത്ത ഒരാളിനെ പ്രേക്ഷകർ എങ്ങനെയാണ് അറിയുക, പരിചയപ്പെടുക? പ്രേക്ഷകർക്ക് എങ്ങനെയാണ് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുക? നിങ്ങൾ ആരാണെന്നറിയാതെ പ്രേക്ഷകർ എങ്ങനെയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യുക? അത് തന്നെയാണ് ബിൻസിമോളുടെ അമ്മ വന്നു കയറിയപ്പോൾ തന്നെ ചോദിച്ചത്. കൊച്ചെ, നിന്നെ ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ എന്ന്. പക്ഷേ ദോഷം പറയരുതല്ലോ, ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും ഞങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ശരിക്കും ബിൻസി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിഗ് ബോസിന് ആവശ്യം കണ്ടന്റ് ആണ്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തിയെ തീർച്ചയായിട്ടും അവർ ഹൈഡ് ചെയ്യില്ല. ഉറപ്പാണ്, പുറം ലോകത്തിന്റെ മുമ്പിൽ നിങ്ങളെ അവർ നിരന്തരം കാണിച്ചു കൊണ്ടേയിരിക്കും. എന്ന് വെച്ച് ബിൻസിയെ പ്രേക്ഷകരാരും കണ്ടില്ല എന്നർത്ഥമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ അവിടെ കൂടെ തേരാപ്പാര നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പട്ടി ചന്തയ്ക്ക് പോയി എന്ന് പറയത്തില്ലേ, എന്നതുപോലെ ചുമ്മാ ഓരോരുത്തരുടെ വാലുകടിച്ച് നടക്കുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അതും ഞങ്ങൾ കണ്ടു. അതായത് ഈ നെവിനുമായിട്ട് ഒരടി ഉണ്ടാക്കിയില്ലേ, അത് ബിഗ് ബോസ് മുക്കിയിട്ടൊന്നുമില്ല. അത് വളരെ കൃത്യമായിട്ട് പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്തതാണ്. എന്നാൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റ്, നിങ്ങൾ അവിടെ വിശ്രമ ജീവിതം ആസ്വാദ്യകരമാക്കാൻ വേണ്ടി പോയതാണ്. അതുകൊണ്ട് തന്നെ ക്യാമറയുടെ എന്നും മുൻപിൽ നിങ്ങൾ പെട്ടില്ല. എന്നാൽ സ്ക്രീൻ സ്പേസിന് വേണ്ടി ആഗ്രഹിച്ചവർക്ക് അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അവർ ആ സ്പേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നന്നായി മനസ്സിലായതുകൊണ്ടാണ് അമ്മ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം കേട്ട് അതിന് മറുപടി പറഞ്ഞിട്ട് വീണ്ടും വന്നിരുന്ന് ക്യാമറയുടെ മുൻപിൽ, ചാനലുകളുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇത് അൺഫെയർ എവിക്ഷൻ ആയിരുന്നു എന്ന് എങ്ങനെ പറയാൻ തോന്നി എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും സംശയമായിരിക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇപ്പോഴും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളൊരു അസാധ്യ ഗെയിമർ ആയിരുന്നു. നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ബിഗ് ബോസിന് താങ്കളോട് എന്തോ പൂർവ്വ വൈരാഗ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു. പകരം ബിഗ് ബോസ് തന്റെ അമ്മാച്ചന്റെ മക്കളുടെ മാത്രം ദൃശ്യങ്ങൾ പുറത്തു വിട്ടുകൊണ്ടായിരുന്നു. ഒരല്പം കൂടി താഴേക്ക് ഇറങ്ങി പറയുകയാണെന്നുണ്ടെങ്കിൽ, ബിഗ് ബോസ് വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി ചെന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും ബിഗ് ബോസിന്റെ സ്വന്തം മക്കൾ. എന്നാൽ ബിൻസിയെ പോലെ, രഞ്ജിത്തിനെ പോലെയുള്ള ചില അപൂർവം വ്യക്തികൾ മാത്രം അവർ നായിന്റെ മക്കൾ. അതുകൊണ്ടല്ലേ നന്നായി ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെയൊക്കെ തുടക്കത്തിൽ തന്നെ വെട്ടിമാറ്റിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ സ്ക്രീനിൽ കുത്തി നിറച്ചത്. അതെ, അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ ബിൻസി പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ബിൻസി പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ്. പ്രേക്ഷകർക്ക് എന്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. ഒരു വ്യക്തിയെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ബിഗ് ബോസിന് അങ്ങനെ ചെയ്യാം. മറ്റൊരാളെ പോസിറ്റീവ് ആക്കണമെങ്കിൽ അതും ബിഗ് ബോസിന് ചെയ്യാം. ഒരു വ്യക്തിയുടെ നെഗറ്റിവിറ്റി മാത്രം അവർ പുറം ലോകത്തിന്റെ മുൻപിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇല്ല എങ്കിൽ ആ വ്യക്തിയുടെ പോസിറ്റീവ് ലോകത്തിന് കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ് പല വ്യക്തികളും വില്ലന്മാരായി അവിടെ മാറുകയും ചിലരൊക്കെ അങ്ങേയറ്റം പോസിറ്റീവായി അങ്ങ് വിജയകിരീടത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പക്ഷെ ബിൻസിയുടെ ഇവിടുത്തെ പ്രശ്നം, ബിൻസി നെഗറ്റീവും കൊടുത്തില്ല, പോസിറ്റീവും കൊടുത്തില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വോട്ട് കുറവായി പോയി. അതിനാൽ തന്നെ നിങ്ങൾ പുറത്തായേ പറ്റൂ. പക്ഷേ നിങ്ങൾ ഇപ്പോൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെ ബിഗ് ബോസ് ഒതുക്കിക്കളഞ്ഞതാണെന്നാണ്. നിങ്ങൾ അവിടെ ഭംഗിയായിട്ട് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസ് അത് പുറത്തുവിട്ടില്ല. ഈ ഇന്റർവ്യൂവിൽ തന്നെ നിങ്ങൾ പറയുന്നു, വെറുതെ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് അനീഷ് മറ്റുള്ളവരെ വെറുപ്പിക്കുകയായിരുന്നു എന്ന്. അതെ, വെറുതെ ഒരു കസേരയിൽ അനീഷ് കുത്തിയിരുന്നു കൊണ്ട് വെറുപ്പിക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് തോന്നിയതെങ്കിലും അത് അയാളുടെ ഗെയിമായിരുന്നു. ആ ഗെയിമിൽ കൂടി അയാൾ പല കാര്യങ്ങളും ലോകത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, ജനങ്ങളുടെ ഹൃദയത്തെ കീഴടക്കിയിട്ടുണ്ട്. എന്നാൽ നിങ്ങളൊരു ഗെയിമർ അല്ലായിരുന്നു. നിങ്ങൾക്ക് ബിഗ് ബോസ് എന്ന ഷോയിൽ തുടരുവാൻ യാതൊരു തരത്തിലുള്ള അർഹതയുമില്ലായിരുന്നു. ആ ഷോയിൽ നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന വ്യക്തികൾ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പുറത്തു വന്നതിന് ശേഷമാണ് നിങ്ങൾക്കെല്ലാം പിടികിട്ടിയത് എന്നാണ് നിങ്ങളിപ്പോൾ പറയുന്നത്. ഇല്ല, പുറത്തു വന്നതിന് ശേഷവും ഈ ഷോയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത്. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, ഈ ഷോ എന്താണെന്ന് മനസ്സിലാകാതെ പിന്നെ എന്തിനാണ് നിങ്ങൾ അതിനുള്ളിലേക്ക് പോകാൻ തയ്യാറായത്? അതായിരുന്നു നിങ്ങളുടെ തോൽവി. നിങ്ങൾ തോറ്റു. പക്ഷേ ഇപ്പോഴും നിങ്ങളത് അംഗീകരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. പുറത്തിറങ്ങിയ നിങ്ങൾ മാനസികമായിട്ട് തകർന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പുറം ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ നിസ്സാരക്കാരിയായിരുന്നില്ല, ശരിക്കും ഞാനൊരു കാന്താരി തന്നെയായിരുന്നു.
അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ കഴിവൊക്കെ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾ ഞെട്ടിപ്പോകും. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കാണിക്കാനുള്ള തത്രപ്പാടായിരുന്നു ഈ റീ എൻട്രി എന്ന് പറയുന്ന സംഗതിയിൽ കൂടി ഇദ്ദേഹം വെളിപ്പെടുത്തിയത്. പക്ഷേ റീ എൻട്രി കഴിഞ്ഞു, ഗെയിമും കഴിഞ്ഞു, എല്ലാവരും പുറത്തിറങ്ങി. എന്നിട്ടും നിങ്ങളുടെ ഗെയിം ഇപ്പോഴും തീർന്നിട്ടില്ല. നിങ്ങൾ ഇന്റർവ്യൂകൾ കൊടുത്ത് നിങ്ങൾ എന്തോ സംഭവമാണ് എന്നുള്ളത് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പക്ഷേ ഇപ്പോഴീ കാണിക്കുന്ന ഈ തൻ്റെടവും സാമർഥ്യവും ഒക്കെ അതിൻ്റെ 100-ൽ 1 അംശമെങ്കിലും ബിഗ് ബോസിനുള്ളിൽ നിങ്ങൾ പ്രകടിപ്പിക്കുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ കഥ മറ്റൊരു വഴിക്ക് പോയേനെ. ഓക്കെ, ഇനിയിപ്പോ ചത്ത കൊച്ചിന്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഇവിടെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യമുണ്ട്. സ്വന്തം കഴിവില്ലായ്മയെ മറച്ചു വെച്ചിട്ട് ആ വീട്ടിൽ വളരെ ഗംഭീരമായി ഗെയിം കളിച്ചുകൊണ്ട് മുൻപോട്ട് പോയ, അല്ലെങ്കിൽ ഈ സീസണിൽ ഏറ്റവും അധികം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു കൊടുത്ത അനുമോൾ, ആ അനുമോളെ നിങ്ങൾ ഇപ്പോഴും പുച്ഛിക്കുകയാണ്. അനുമോൾ 100 ദിവസം അവിടെ നിന്നതും കപ്പുയർത്തിയതും കാശ് എണ്ണി പുറത്തു കൊടുത്തിട്ടാണല്ലാതെ സ്വന്തം കഴിവുകൊണ്ടല്ല എന്ന് നിങ്ങൾ ഇപ്പോഴും വിളിച്ചു പറയുകയാണ്. ആ പ്രസ്താവനയുടെ മുൻപിൽ വളരെ സംശയത്തോടു കൂടി ആൾക്കാർ ചോദിക്കുകയാണ്, അങ്ങനെ കാശ് എണ്ണിക്കൊടുത്തത് കൊണ്ട് മാത്രം വീടിനുള്ളിൽ നിൽക്കാൻ കഴിയുമോ എന്ന്. അതെങ്ങനെ കഴിയും എന്നുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായൊരു മറുപടി ബിൻസിക്ക് പറയുവാനില്ല. PR ഏജൻസികൾ വിചാരിച്ചാൽ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു വ്യക്തിയെ അവർക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അനുമോൾ പണം വാരിയെറിഞ്ഞത് കൊണ്ടാണ് 100 ദിവസം നിന്നത്, അല്ലാതെ അനുമോളുടെ സ്വന്തം കഴിവ് കൊണ്ടല്ല എന്ന് ബിൻസി ഉറക്കം വിളിച്ചു പറയുമ്പോൾ ബിഗ് ബോസ് അനുമോൾക്കിട്ട ഒരു ടൈറ്റിലുണ്ട്, ഒരു ക്യാപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് ബിൻസി കണ്ടിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഞാൻ പറയാം. ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ കോണ്ടന്റ് ക്രിയേറ്റർ. എനിക്കറിയാം ഏഷ്യാനെറ്റല്ല, ഇനി സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്നിത് വിളിച്ചു പറഞ്ഞാലും ബിൻസി, ശാരിക, ശൈത്യ, ബിന്നി ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും അതിന് പുല്ലു വില പോലും കൽപ്പിക്കില്ല. കാരണം നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ നിങ്ങൾ മാത്രമായിരുന്നു ഗെയിമേഴ്സ്, ബാക്കിയുള്ളവരൊക്കെ വാഴകളായിരുന്നു. എന്നാൽ ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം, ഏഷ്യാനെറ്റിന് നന്നായിട്ട് അറിയാം, ഈ സീസണിൽ ചർച്ചയായി മാറിയത് അനുമോൾ ഉണ്ടാക്കിയ കണ്ടന്റുകൾ മാത്രമായിരുന്നുവെന്ന്. അല്ല, മറ്റാരെങ്കിലും എന്തെങ്കിലും വാർത്തകൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ വാർത്തകളുടെ എല്ലാം മുൻപിൽ അനുമോൾ ഉണ്ടായിരുന്നു. അനുമോളോടുള്ള ബന്ധത്തിലാണ് വിവാദങ്ങളാണെങ്കിലും തമാശകളാണെങ്കിലും നെഗറ്റിവിറ്റി ആണെങ്കിലും പോസിറ്റിവിറ്റി ആണെങ്കിലും എല്ലാം അവിടെ നിന്നും പിറവികൊണ്ടിട്ടുള്ളത്. അതങ്ങനെയല്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സ്ഥാപിക്കണം. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കോണ്ടന്റുകൾ എന്തായിരുന്നു, പുറം ലോകത്തെ ചർച്ച എന്തായിരുന്നു, ഈ സീസൺ എന്തിനെ ബേസ് ചെയ്താണ് മുൻപോട്ട് പോയത്, ആരായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ഒരു തീം എന്ന പോലെ, ഒരു കേന്ദ്ര കഥാപാത്രം എന്ന പോലെ നിറഞ്ഞു നിന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, റിയൽ ആയിട്ട് അവിടെ നിന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. റിയലായി നിൽക്കുന്ന വ്യക്തികൾക്ക് അവിടെ നിൽക്കാൻ പാടാണ്. എന്ന് വെച്ചാൽ ഫേക്ക് ആയിട്ട് കളിച്ചാൽ മാത്രമേ ബിഗ് ബോസിൽ തുടരുവാൻ പറ്റൂ എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ബിഗ് ബോസിൽ ആകെ കൂടി താങ്കളുടെ കാഴ്ചപ്പാടിൽ റിയൽ ആയിട്ട് നിന്നത് 3 ആൾക്കാർ മാത്രമാണ്. 1 മുൻഷി രഞ്ജിത്ത്, 2 ബിൻസി, 3 സരിക അല്ലെങ്കിൽ കലാഭവൻ സരിക. കാരണം നിങ്ങൾ 3 പേരുമാണ് ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ പുറത്തായത്. ഈ 3 ആൾക്കാർ മാത്രമായിരുന്നു ജെനുവിൻ, ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും ഫേക്ക് ആയിരുന്നു. ഇത് തന്നെയല്ലേ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഈ റിയൽ ആയിട്ട് നിൽക്കുക എന്നുള്ളത് കൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്? ക്യാമറകളുടെ മുൻപിൽ പെടാതെ, ആ വീട്ടിലെ ഒരു കാര്യങ്ങളിലും ഇടപെടാതെ, ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കത്തക്കവണ്ണം ഒരു കാര്യങ്ങളിലും കൈവെക്കാതെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കിട്ടുന്നതും കഴിച്ചുകൊണ്ട് ചുരുണ്ടുകൂടി ഇരിക്കുക എന്നുള്ളതായിരുന്നോ? ആ വീട്ടിൽ അടിയുണ്ടാക്കിയിട്ടുള്ളവർ ഫേക്കാണ്, ലവ് ട്രാക്ക് പിടിച്ചവർ ഫേക്കാണ്, കരഞ്ഞവർ ഫേക്കാണ്, ചിരിച്ചവർ ഫേക്കാണ്, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തവർ എല്ലാം ഫേക്കാണ്. ഇതൊന്നുമില്ലാതെ വെറുതെ ഒരിടത്ത് കുത്തിയിരുന്നിട്ടുള്ളവർ ആരൊക്കെയുണ്ടോ അവരൊക്കെ ജെനുവിനാണ്. അങ്ങനെ ഇരുന്നവരാണ് നിങ്ങൾ 3-4 ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുന്ന നിങ്ങളുടെ സമാന സ്വഭാവക്കാരായ ഒരു കൂട്ടം ആൾക്കാരായിരുന്നു ബിഗ് ബോസിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഷോ കാണാൻ ഒരു പട്ടിയെങ്കിലും വരുമായിരുന്നു. പട്ടി പോയിട്ട് ബിൻസിയുടെ ചാച്ചനും അമ്മയും പോലും നേരത്തെ കിടന്നുറങ്ങിയേനെ. ടിവിയുടെ മുൻപിൽ കുത്തിയിരുന്ന് സമയം മെനക്കെടുത്തുവാൻ അവർ തയ്യാറാകില്ലായിരുന്നു. അതെ, നിങ്ങൾ വീണ്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഗെയിം ഷോ ആയിരുന്നു. ഇവിടെ കളിക്കുവാൻ വേണ്ടിയാണ് ആൾക്കാരെ കയറ്റിവിടുന്നത്, അല്ലാതെ ഉണ്ടും ഉറങ്ങിയും വാഴയായി ഒരു മൂലയിലിരിക്കുവാൻ വേണ്ടിയല്ല. നിങ്ങൾ അങ്ങനെ ആയിപ്പോയി. അതായിരുന്നു നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവ്. ഞങ്ങൾ അനീഷിനെ വളർത്തി. ഞങ്ങള് ഹോണസ്റ്റ് ആയിട്ട് പറയാണ്, അനീഷ് നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പം ഏറ്റവും ഫസ്റ്റ് ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറുന്ന സമയത്തെ അനീഷ് ഗെയിം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറി വരുമ്പോ തന്നെ അനീഷ് അനുവിന്റെ അടുത്ത് ചൊറിയുന്നു. അത് കഴിഞ്ഞ് മറ്റു വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ വെൽക്കം ചെയ്യാൻ നിൽക്കുകയാണ്. ആരാണ് അടുത്ത് വരുന്നെന്ന് അറിയത്തില്ലല്ലോ, അതിന്റെ എക്സൈറ്റ്മെന്റിൽ. അപ്പൊ പോലും അനീഷ് അവിടെ ചേറിട്ട് ഇങ്ങനെ ഒരു ഇരുത്തങ്ങിരിക്കുകയാണ്. അങ്ങനെ വെറുപ്പിക്കാൻ തുടങ്ങിയ പുള്ളിയാ. പക്ഷേ തിരിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എപ്പിസോഡ് ഒന്നും ഞങ്ങളില്ല, അനീഷ് മാത്രം. ഇതാണ് ഗെയിം.
ചെന്ന് കയറിയപ്പോൾ തന്നെ അയാൾ ഗെയിം കളിക്കുവാൻ തുടങ്ങി. കാരണം അയാൾക്കറിയാമായിരുന്നു താൻ അവിടെ വന്നത് ഗെയിം കളിക്കുവാൻ വേണ്ടിയാണ്, അല്ലാതെ സൗഹൃദങ്ങൾ ഉണ്ടാക്കുവാനും തലചായ്ക്കുവാൻ ഒരു മാർഗം കണ്ടെത്തുവാനും പിന്നെ നാട്ടുകാരൊക്കെ പരക്കെ പാടി പറഞ്ഞു നടക്കുന്ന പല കഥകളും സൃഷ്ടിക്കുവാനും ഒന്നുമല്ല. പകരം മാക്സിമം ഗെയിം കളിക്കുക, സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കുക. തനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് താൻ എത്തിച്ചേരണമെങ്കിൽ ഇവിടെ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ, സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ആ ചിന്ത തുടക്കം മുതൽ ഒടുക്കം വരെ അയാളെ ഭരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണ് അയാളെ വളർത്തിയതെന്ന്. അങ്ങനെ ഒരിക്കലും പറയല്ലേ ബിൻസി. അയാൾക്ക് വളരെ വ്യക്തമായ ഗെയിം സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ആ സ്ട്രാറ്റജി അതിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെയാണ് അയാൾ 100 ദിവസക്കാലവും അവിടെ നിലകൊണ്ടത്. ആ ഗെയിം സ്ട്രാറ്റജി കൊണ്ട് അയാൾ നിങ്ങളെ പ്രകോപിപ്പിച്ചു. അയാൾ നിങ്ങളുടെ സ്വസ്ഥത കളഞ്ഞു. നിങ്ങൾ എല്ലാവരും കൂടി അയാൾക്കെതിരെ തിരിയത്തക്കവണ്ണം അയാളുടെ ഗെയിമിനെ വിദഗ്ധമായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തു. അല്ലാതെ നിങ്ങൾ അയാളെ വളർത്തിയതാണെന്ന് പറയരുത്. അതൊക്കെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളാണ്. ശരിക്കും ഇങ്ങനെയൊക്കെ പറയാൻ ബിൻസിക്ക് മാത്രമേ പറ്റുള്ളൂ. കഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ ഉപ്പും ചോറും തിന്നിട്ടാണ് അനീഷ് വളർന്നത്. എന്നിട്ട് നിങ്ങളവിടെ പട്ടിണി കിടക്കുകയായിരുന്നു. നിങ്ങൾ വളർന്നില്ല. നിങ്ങൾ അവിടെ പോയത് അനീഷിനെ പോലെയുള്ള ആൾക്കാരെ വളർത്തി വലുതാക്കാൻ വേണ്ടിയായിരുന്നു. ലേശം ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമായിരുന്നു. നിങ്ങളുടെ തൊലിക്കെട്ടിയുണ്ടല്ലോ, അത് അപാരം തന്നെയാണ്. നമസ്കരിക്കുകയാണ്, വീണ് നമസ്കരിക്കുന്നു. ഇതാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായില്ല. അതിനു മുൻപേ എനിക്ക് എവിക്റ്റ് ആകേണ്ടി വന്നു. അത് ഭയങ്കര വിഷമായിരുന്നു. പിന്നെ എവിക്റ്റ് ആയി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ വീണ്ടും റീ എൻട്രിയുടെ സമയത്താണ് അറിയുന്നത് ബിൻസിക്ക് പകരം എവിക്റ്റ് ആകേണ്ട മറ്റൊരാളായിരുന്നു, പൈസ കൊടുത്തിട്ടാണ് ആള് നിന്നെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മോ വീണ്ടും നമ്മൾ തകർന്നു. അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ബിൻസി ഈ വിളിച്ചു പറയുന്നത്? നിങ്ങൾക്ക് വെളിവില്ലേ? നിങ്ങൾ എവിക്റ്റ് ആയ സ്ഥലത്ത് മറ്റൊരാളായിരുന്നു അത്രേ പോകേണ്ടത്. പക്ഷേ പണം കൊടുത്ത് അയാൾ അവിടെ നിൽക്കുകയും പകരം നിങ്ങൾ പുറത്താക്കപ്പെടുകയും ചെയ്തുവെന്ന്. എന്നിട്ടോ അപ്പോഴൊന്നും നിങ്ങളത് തിരിച്ചറിഞ്ഞില്ല. റീ എൻട്രിക്ക് ചെന്നപ്പോഴാണ് നിങ്ങളത് അറിഞ്ഞത്. എന്നിട്ട് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു പ്രതികരണം നിങ്ങൾ നടത്താതിരുന്നത്? അതോ ഇനിയിപ്പോൾ നിങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയ പ്രതികരണം അതിനെതിരായിട്ടുള്ളതായിരുന്നോ? അതായത് അനുമോൾക്കെതിരെ ആയിരുന്നല്ലോ നിങ്ങൾ തകർത്തടിച്ചത്. നീ ഇവിടെ നിന്നത് നിന്റെ കഴിവ് കൊണ്ടല്ലടി, പുറത്ത് കാശ് എണ്ണിക്കൊടുത്തിട്ടാണ്. അങ്ങനെ ഒരു പ്രസ്താവന നിങ്ങൾ നടത്തിയിരുന്നല്ലോ. എന്തായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചത്? 2ാമത്തെ ആഴ്ചയിൽ പുറത്തു പോകേണ്ട വ്യക്തിയായിരുന്നു അനുമോൾ. പക്ഷേ കാശ് എണ്ണിക്കൊടുത്തത് കൊണ്ട് മാത്രം ആ ആഴ്ചയിൽ അനുമോൾ അവിടെ നിന്നു, പകരം നിങ്ങൾ പുറത്തുപോയി. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രധാന ചോദ്യം ഇതാണ്: അവർ പുറത്തു പോകേണ്ട സ്ഥാനത്ത് നിങ്ങളെ ആരാണ് പുറത്താക്കിയത്? ആ വ്യക്തി അനുമോൾ ആണെങ്കിൽ ആർക്കാണ് അനുമോൾ പണം കൊടുത്തത്? ന്യായമായും ഇവിടെ വരുന്നൊരു സംശയം, നിങ്ങൾ ഇവിടെ വിരൽ ചൂണ്ടിയിരിക്കുന്നത് ബിഗ് ബോസിനെതിരെയാണ്. അതായത് നിങ്ങൾക്ക് പാല് തന്ന കൈ, ആ കൈക്ക് തന്നെ നിങ്ങൾ കൊത്തി എന്നുള്ളതാണ്. നിങ്ങളുടെ എവിക്ഷൻ അൺഫെയർ ആയിരുന്നു. ആ ദിവസം നിങ്ങൾ അല്ലായിരുന്നു പോകേണ്ടത്, മറ്റൊരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് അവരെ അവിടെ നിർത്തി പകരം നിങ്ങളെ പുറത്താക്കി. ആ മത്സരാർത്ഥി എന്തായാലും പണവുമായിട്ടല്ല അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ബിഗ് ബോസിന് പണം കൊടുക്കുക? അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടി മറ്റൊരാൾ പണവുമായി അവിടെ എത്തിയിട്ടുണ്ട്. അത് അവരുടെ PR ആയിരിക്കും. അങ്ങനെ ബിഗ് ബോസിന് കൈക്കൂലി കൊടുത്തിട്ട് 100 ദിവസക്കാലവും അനുമോൾ അവിടെ നിന്നു. അതാണോ ബിൻസി ഇവിടെ പറഞ്ഞു വെക്കുവാൻ ശ്രമിക്കുന്നത്? ഇത് ഗുരുതരമായൊരു പ്രസ്താവനയാണ്. PR-ന്റെ പിൻബലത്തിലാണ് അനുമോൾ അവിടെ നിന്നത് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. പക്ഷേ ആ വ്യക്തി പുറത്താകേണ്ട ദിവസം പകരം നിങ്ങളെ പുറത്താക്കുകയും അതിനുവേണ്ടി അവർ പണം വാങ്ങുകയും ചെയ്തു എന്ന് പറയുമ്പോൾ കളി മാറി. ബിഗ് ബോസിനുള്ളിൽ ഇങ്ങനെയുള്ള കളികളും നടക്കുന്നുണ്ട് എന്നൊരു വാർത്തയാണ് നിങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ സൃഷ്ടിക്കുന്നത്. റീ എൻട്രിക്ക് നിങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായത് എന്ന് പറയുന്നു. ആരാണ് നിങ്ങളോട് ഇത് പറഞ്ഞത്? അതിന് നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ ആ വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോൾ ബിഗ് ബോസിനുള്ളിലുള്ള ആരോ, ഒരിക്കലും അതൊരു സഹമത്സരാർത്ഥി ആയിരിക്കില്ല. കാരണം അവർക്കിതൊന്നും അറിയുവാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെയുള്ള ക്രൂ മെമ്പേഴ്സിൽ ആരെങ്കിലും ആയിരിക്കില്ലേ ഈ വാർത്ത നിങ്ങൾക്ക് ചോർത്തി തന്നത്? ഈ ഷോയുടെ ഡയറക്ടർ സർഗോ വിജയരാജാണ്. അയാൾക്കെതിരെയാണ് ഈ ആരോപണത്തിന്റെ പ്രധാനമായ കുന്തമുന ഇപ്പോൾ ചൂണ്ടപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ വോട്ട് കുറയുമ്പോഴാണ് മത്സരാർത്ഥികൾ എവിക്റ്റ് ആകുന്നത്. നിങ്ങൾക്ക് വോട്ട് കൂടുതലുണ്ടായിരുന്നു, നിങ്ങളെക്കാൾ വോട്ട് കുറഞ്ഞ ആൾ അനുമോളായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു മത്സരാർത്ഥിയായിരുന്നു. ആ മത്സരാർത്ഥിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് പകരം നിങ്ങളെ അവരെടുത്ത് പുറത്തു കളഞ്ഞു. അത് ആ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. അതിനെതിരെയാണ് നിങ്ങൾ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് അധികൃതർ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണ്. ഇല്ല എങ്കിൽ ഈ ഷോയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് നിങ്ങൾ കാണിക്കുന്ന കടുത്ത അനീതിയായിരിക്കും അത്. ഇനി ഈ പറയുന്നതല്ല യാഥാർത്ഥ്യമെങ്കിൽ മറ്റൊരു കഥ റീ എൻട്രി ദിവസം വെളിപ്പെട്ടിരുന്നു. അത് ശൈത്യ പറഞ്ഞ കഥയാണ്. ശൈത്യയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും 1.5 ലക്ഷം രൂപ അനുമോളുടെ PR വാങ്ങി എന്ന് ശൈത്യ അവിടെ തുറന്നടിച്ചു. അപ്പോൾ ആ 1.5 ലക്ഷത്തിന്റെ PR വർക്ക് കൊണ്ട്
ആ ആഴ്ചയിൽ ശൈത്യയെ രക്ഷപ്പെടുത്തി എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതാണ് യാഥാർത്ഥ്യമെങ്കിൽ നിങ്ങൾ പറഞ്ഞു വെക്കുവാൻ ശ്രമിക്കുന്നത് നിങ്ങളെക്കാൾ പാഴായിരുന്നു ശൈത്യ, നിങ്ങൾക്കായിരുന്നു അവരെക്കാൾ അവിടെ നിൽക്കുവാൻ കൂടുതൽ യോഗ്യത. പക്ഷേ PR വർക്ക് കൊണ്ട് കുറച്ചു ദിവസം കൂടി ശൈത്യ അവിടെ പിടിച്ചു നിന്നു. എന്നിട്ട് എന്താണ് ഈ റീഎൻട്രിക്ക് ചെന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ട് അത് ശൈത്യയുടെ മുഖത്ത് നോക്കി തുറന്നടിക്കാതിരുന്നത്? അനുമോൾക്കെതിരെ അലറി അടുത്തപ്പോൾ കാണിച്ച ഒരു ശൗര്യമുണ്ടല്ലോ, ആ ശൗര്യത്തിന്റെ പകുതി അല്ല ഒട്ടും തന്നെ ശൈത്യക്കെതിരെ പുറത്തെടുത്തില്ലല്ലോ. അതൊക്കെ പോകട്ടെ, നിങ്ങൾക്കെതിരെ അനാവശ്യം പറഞ്ഞു വരുത്തി അപ്പാനിയുമായി നിങ്ങൾക്ക് അവിഹിതമുണ്ട് എന്നുള്ളത് ആദ്യം പറഞ്ഞത് ശൈത്യയും ആദിലയും ഷാനവാസും ഒക്കെ ആയിരുന്നു. എന്തുകൊണ്ടാണ് അവരുടെ മുഖത്ത് നോക്കി നിങ്ങളത് ചോദിക്കാതിരുന്നത്? അനുമോളുടെ മുൻപിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഭദ്രകാളിയെപ്പോലെ അലറുകയായിരുന്നു. എന്നാൽ PR-ന് പണം കൊടുത്തിട്ട് നിങ്ങളെക്കാൾ പാഴായ ഒരു മത്സരാർത്ഥി അവിടെ നിൽക്കുകയും അവർ നിങ്ങളെ പുറത്താക്കുകയും ചെയ്തിട്ട് അവരോട് നിങ്ങൾക്ക് യാതൊരു പകയും പിണക്കവും വൈരാഗ്യവും ഒന്നുമില്ല. അല്ല, വഴക്കൊന്നും ഉണ്ടാക്കാൻ പോണ്ട, ഒരു മാന്യമായ ഭാഷയിലെങ്കിലും അതിനെപ്പറ്റി ഒരു ചർച്ച അവിടെ നടത്താമായിരുന്നു. എല്ലാ വഴക്കുകൾക്കും ബഹളങ്ങൾക്കും ശേഷം അനുമോളുമായി നിങ്ങൾ പാതിരാത്രിയിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ശൈത്യയും ആദിലയും ഒക്കെയാണ് ഈ വിഷയം ഇവിടെ ആദ്യമായി സംസാരിച്ചതെന്ന്. അത് കേട്ടിട്ട് നീ എന്താണ് എന്നോട് അന്നേരം അത് പറയാതിരുന്നത് എന്ന് മാത്രമേ നിങ്ങൾ ചോദിച്ചുള്ളൂ. പക്ഷേ നിങ്ങൾക്കെതിരെ ആ വീട്ടിൽ അനാവശ്യം പറഞ്ഞ് പ്രചരിപ്പിച്ചത് ശൈത്യയും ആദിലയും ആയിരുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും അവരോട് സംസാരിക്കാനുള്ള തൻ്റെ ഇടം എന്തായിരുന്നു ബിൻസി നിങ്ങൾ കാണിക്കാതിരുന്നത്? അപ്പോൾ ശരിക്കും ഫേക്കായ വ്യക്തി നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ ഈ പറയുന്ന ജെനുവിൻ ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അവിടെ ഒരു സംസാരം വീണ്ടും നിങ്ങൾ ഉണ്ടാക്കിയേനെ. അവിടെ കാണിക്കാവുന്ന പരാക്രമങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയതിനു ശേഷം പുറത്തു വന്നിരുന്നു കൊണ്ട് നിങ്ങൾ അങ്ങ് ന്യായീകരിച്ചു മെഴുകുകയാണ് ഇപ്പോൾ. നാണമില്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? എന്തായിരിക്കും അവിടെ സംഭവിച്ച? PR ആണോ? തീർച്ചയായിട്ടും PR-ന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അവിടെ വന്നിട്ടുള്ള ഇപ്പൊ അനുവിന്റെ PR ആണല്ലോ എല്ലാവരും ഭയങ്കര എക്സ്പോസ് ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. PR ഇല്ലാത്ത ആൾക്കാര്, എനിക്ക് മുൻഷി ചേട്ടന്, സരിക ചേച്ചിക്കൊന്നും PR ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. അനുമോൾക്ക് PR ഉണ്ടെന്നായിരുന്നല്ലോ ആദ്യം മുതൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ മാറ്റി പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്കും രഞ്ജിത്തിനും സരികയ്ക്കും ഒഴിച്ചു ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും PR ഉണ്ടായിരുന്നുവെന്ന്. ഇതെന്താ പെട്ടെന്നുണ്ടായ ഒരു ബോധോദയമാണോ? കഴിഞ്ഞ ദിവസം വരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അനുമോളുടെ PR-നെ കുറിച്ച് മാത്രമായിരുന്നല്ലോ. ഇപ്പോൾ പറയുന്നു എല്ലാവർക്കും PR ഉണ്ടായിരുന്നുവെന്ന്. എന്തുപറ്റി ഈ തുറന്നു പറച്ചിൽ നടത്താൻ? അതിന്റെ പിൻപിൽ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അതുകൂടി പ്രേക്ഷകരോടൊന്ന് തുറന്നു പറയണം. അനുമോൾക്ക് മാത്രമേ PR ഉള്ളൂ, PR ഉള്ളത് കൊണ്ട് മാത്രമാണ് അനുമോൾ അവിടെ നിന്നത്, ജയിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം നടക്കുന്നുണ്ട്. ബിന്നിയാണ് PR-നെ കുറിച്ച് ആദ്യത്തെ വെടി പൊട്ടിച്ചത്. അന്നു മുതൽ അനുമോൾ ആക്രമിക്കപ്പെടുകയാണ്. എല്ലാവരും PR കൊടുത്തിട്ട് വന്ന് ഞെളിഞ്ഞിരുന്നു കൊണ്ട് ഒരാളിനെ നിരന്തരമായി ആക്രമിക്കുന്നു. നീ PR കൊടുത്തു, നീ PR കൊടുത്തു എന്ന് പറഞ്ഞ്. ചുരുക്കി പറഞ്ഞാൽ അനുമോള് മാത്രം പ്രശ്നക്കാരി, ബാക്കിയുള്ളവരെല്ലാം വളരെ മാന്യരും പക്ക പെർഫെക്റ്റുമായ ആൾക്കാർ. ആ ആൾക്കാരെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് ബിൻസി ഇപ്പോൾ പറയുന്നത് എല്ലാവർക്കും PR ഉണ്ടായിരുന്നു എന്ന്. ബിന്നിയൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും മറുപടി പറയണം കേട്ടോ. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ ആരാണ് ഫേക്ക്, ആരാണ് ജെനുവിൻ എന്നുള്ള ചോദ്യമാണ് വീണ്ടും ഉയർത്തുവാൻ തോന്നുന്നത്. അനുമോൾ ആയിരുന്നില്ലേ ജെനുവിൻ? അവർ PR കൊടുത്തിട്ടാണ് അകത്തേക്ക് കയറിയത്. അവരകത്ത് വന്നിട്ട് തുറന്നു പറഞ്ഞു എനിക്ക് PR ഉണ്ട് എന്നുള്ളത്. അത് വലിയ ചർച്ചയുമായി. എന്നാൽ നിങ്ങളൊക്കെ ഭൂലോക കള്ളന്മാരും കള്ളികളുമായിരുന്നു. നിങ്ങളും PR കൊടുത്തു. PR കൊടുത്തിട്ട് അകത്ത് വന്നിരുന്നിട്ട് ഞങ്ങളാരും PR കൊടുത്തിട്ടില്ല. PR എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അങ്ങനെ ഒരു വാക്കുപോലും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാവരും നല്ല പിള്ളകളാവുകയായിരുന്നു. 8 ലക്ഷം രൂപ PR-ന് കൊടുത്തിട്ട് ബിഗ് ബോസ് വീട്ടിൽ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പൊട്ടിക്കരഞ്ഞ ബിന്നി, ആ ബിന്നിയാണ് നമ്മുടെ ഏറ്റവും വലിയ ഹീറോയിൻ. അനീഷിന് PR ഇല്ല, ജനങ്ങളായിരുന്നു അനീഷിന്റെ PR എന്നാണ് ഒരു കൂട്ടം ആൾക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടിരുന്നത്. ദേ ഇപ്പോൾ ബിൻസി വന്നിട്ട് പറയുന്നു അനീഷിനും PR ഉണ്ടായിരുന്നു എന്ന്. ജിഷിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു PR ഏജൻസി തന്നെ സമീപിച്ചിരുന്നു PR എടുക്കുവാൻ വേണ്ടി, പക്ഷെ ഞാൻ കൊടുത്തില്ലെന്ന്. എന്നാൽ ഇപ്പോൾ ബിൻസിയുടെ വാക്കുകൾ ജിഷിനെയും പ്രതിക്കൂട്ടിലാക്കുകയാണ്. ജിഷിൻ കള്ളമാണ് പറയുന്നത്, എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അനുമോൾ ജയിച്ചത് PR കൊണ്ടായിരുന്നു എന്ന് അവിടെയുള്ള ഒരു മത്സരാർത്ഥിക്കും സ്ഥാപിക്കുവാനും ആഘോഷിക്കുവാനും കഴിയാത്ത രീതിയിൽ എല്ലാവരുടെയും അണ്ണാക്കിലാണ് ബിൻസി അടിച്ചു കൊടുത്തിരിക്കുന്നത്. അതെ, എല്ലാവരെയും ബിൻസി പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നു. ഒപ്പം ബിൻസി ഒരു കുറ്റസമ്മതം കൂടി അറിയാതെ നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ തെറ്റായിരുന്നു. ലോകമറിയാത്ത പല നിഗൂഢതകളും ഒളിപ്പിച്ചു നടക്കുന്നവരായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ എല്ലാ മാന്യന്മാരും മാന്യ വനിതകളും. എല്ലാവരും PR-ന്റെ ആൾക്കാരായിരുന്നു. എന്തായാലും ഈ തുറന്നു പറച്ചിലിന് ബിൻസിയോട് ഒരുപാട് നന്ദി പറയുകയാണ്. അവസാനമായി ഒരു വാക്കുകൂടി പറഞ്ഞു നിർത്താം. PR ഇല്ല, PR ഇല്ല, ഞങ്ങൾക്ക് PR ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന
ആദില, നൂറ, രണ ഫാത്തിമ, ഷാരിക ഇങ്ങനെയുള്ള എല്ലാ മഹത് വനിതകളും ബിൻസി പറഞ്ഞ ഈ വാക്കുകൾക്ക് ഒരു മറുപടി നൽകണം. ബിൻസിയാണോ ശരി, അതോ നിങ്ങളായിരുന്നോ?